നിങ്ങൾ കേരളത്തിൽ ഒരു ബിസിനസ് ഇല്ലാത്ത ഒരാളോ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ തുടങ്ങാത്ത ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ബേസിക്കലി. അപ്പോൾ നിങ്ങളെ വെറുതെ കുറച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറയും. ഞാണെങ്കിൽ നിങ്ങൾ കണ്ടോളി, നമ്മളെ ഇപ്പോഴത്തെ കോർ കോൺസെപ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ Kerala-Factory.com എന്ന് പറഞ്ഞത്, വിച്ച് ഈസ് വെരി സിമിലർ ടു ഇന്ത്യൻ മാർട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഇപ്പോൾ സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആൾക്കാർക്ക് ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഹെൽപ്പുകൾ കിട്ടും. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത് സൂപ്പർ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് നമ്മളെ എക്സ്പെൻസിൽ തന്നെ അത് സാധനം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റ് ഫിറ്റ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ കേരള ഫാക്ടറിയിലുള്ള മെയിൻ കോർ കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ കണക്റ്റിംഗ് കേരള പ്രൊഡ്യൂസേഴ്സ് വിത്ത് ഗ്ലോബൽ മാർക്കറ്റ്. നിങ്ങൾ ഫ്രീ ആയിട്ടാണോ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഫ്രീ ആയിട്ടാണോ പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത്? എന്തൊക്കെ പ്രൊമോഷൻസ് ആണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കേരള ഫാക്ടറി ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുന്നവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്ര യുണീക്കും അത്ര അട്രാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ പേജിൽ തന്നെ നമ്മളത് പ്രൊമോട്ട് ചെയ്യും. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ വീഡിയോസുകൾ നിങ്ങൾക്ക് വരും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് അവർക്ക് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോസ്. ഇപ്പോൾ നമ്മളടുത്ത് തന്നെ വന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ പ്രൊഡക്ട്സിൻ്റെ ഫുൾ സ്റ്റോറി ലൈൻ, അവരെങ്ങനെ ആ ബിസിനസ്സിലേക്ക് എത്തി, അവർ ആ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്തു എന്നുള്ളവർക്ക് ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അത് നമുക്ക് ഇടാൻ പറ്റും. ഇതൊരു യുണീക്ക് പ്രൊഡക്റ്റിന്റെ കേസിൽ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും? ഇത് യുണീക്ക് പ്രൊഡക്റ്റിന് ഇപ്പോൾ ഒരു കുരുമുളക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്കിപ്പോൾ ആ കുരുമുളകിലേക്ക് അവരെങ്ങനെ എത്തി എന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ല, അത് വെറുതെ ലാഗ് ആക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഉദ്ദേശിക്കണില്ല, നമ്മൾ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇപ്പോൾ അതേ സാധനം തന്നെ ഇപ്പോൾ ചിലവരുണ്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറുപയറിൻ്റെ പൊടി അത് മാർക്കറ്റിലുണ്ട്, പക്ഷെ അവരതൊരു യുണീക്ക് പാക്കേജിങ് ആയിട്ട് ഒരു ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് എന്നുള്ള സിറ്റുവേഷനിൽ സ്റ്റാർട്ടേഴ്സിന് ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഇന്ത്യ മാർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യ മാർട്ട് ഫസ്റ്റ് വന്ന സമയത്തിൽ ലിസ്റ്റിംഗ് ഈസിയാണ്. OLX വലിയൊരു എക്സാമ്പിളാണ്, ലിസ്റ്റിംഗ് ഈസിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരാൾക്ക് ഒരു സാധനം ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ UK നിന്ന് നല്ലൊരു പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഏതാണ്, നിങ്ങളുടെ സജഷൻസ് അവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഏതാണ്? Kerala-Factory.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അപ്പോൾ അവരതിൽ നോക്കിയിട്ട് എന്തെങ്കിലും യുണീക്കാണ്, എന്നിട്ട് അതിൽ തന്നെ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോൺടാക്ട് ചെയ്ത സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ നമ്മളത് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു വെബ്സൈറ്റ്, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സർവീസ് ആയിക്കോട്ടെ. ഇതിലിപ്പോൾ വേറൊരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു അരി അല്ലെങ്കിൽ പച്ചക്കറി ഇങ്ങനെ സാധനങ്ങൾ ചെയ്യുന്നത് ഓൾറെഡി ഇവിടെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് നടക്കുന്നതാണ്. മാത്രമല്ല അതിൽ ഭയങ്കര നേരോ മാർജിൻസ് ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ നമ്മൾ ഈ കേരള ഫാക്ടറിൻ്റെ ഒരു അപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്ട്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്ട്സുകൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മാർജിൻ ഇടുക, കാര്യങ്ങളിടുക, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്രൊഡക്ട്സുകൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ കേരള ഫാക്ടറി കാണുന്നത്. അല്ലാതെ ഒരു ട്രഡീഷണൽ അല്ല. അല്ലെങ്കിൽ പിന്നെ ട്രഡീഷണൽ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. നമ്മളിതിപ്പോൾ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്, ആർക്കും അവരുടെ സാധനങ്ങൾ നമ്മളൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിൽ ലിസ്റ്റ് ആവും. ഇപ്പോൾ കറൻ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ അവരിപ്പോൾ ഓൺ മാർക്കറ്റിൽ നിന്നൊരു സാധനം പർച്ചേസ് ചെയ്യണോ, എന്നിട്ട് അത് ഇവർ ഇതിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളെ കോമ്പറ്റേറ്റീവ് പ്രൈസ് ആവില്ല. പക്ഷെ അവരെ ഫാമാണ് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്ന് ഇറങ്ങണ ഒരു സാധനമാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്യണതിൽ പ്രസക്തി ഉണ്ട്. കാരണം വേറെ പുറത്തുനിന്ന് ഒരാൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസ് അവർക്ക് വളരെ കോമ്പറ്റേറ്റീവ് ആണെന്നും അത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരും. അതിൽ പ്രൈസ് ആണ് ക്വാളിറ്റിയാണ് മാറ്റർ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസാണ് ഒബ്വിയസ്ലി മാർക്കറ്റിൽ. ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിൽ മെയിൻലി സാധനം എന്താണ്, ക്വാളിറ്റി ഉള്ള സാധനം നല്ല പ്രൈസിൽ കിട്ടിയാൽ അവർക്ക് അത് എക്സ്പോർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ മെസ്സേജസ് നമുക്ക് പല രാജ്യത്തു നിന്നാണ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് നമ്മൾ കേരള ഫാക്ടറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്തിയത്. കാരണം കുറേ ആൾക്കാർ നല്ല പ്രൊഡക്റ്റ് തരുന്നവരുണ്ട്, കുറേ ആൾക്കാർ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. ഇവരെ രണ്ടാളും എങ്ങനെ കണക്ട് ചെയ്യുക, അതാണ് Kerala-Factory.com. ചിലപ്പോൾ നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ
നിങ്ങളത് ബ്രാൻഡിങ് എന്ന് വെച്ചാൽ അതിൻ്റെ പോസ്റ്റർ, സ്റ്റിക്കർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യുമോ, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അത് നിങ്ങൾ എത്രയും കോസ്റ്റ് വെക്കുമോ, എന്താണെന്ന് അതിനെ പറ്റി എന്തോന്ന് സംസാരിക്കാൻ പറ്റുമോ? കറന്റ്ലി ഇപ്പോൾ ബ്രാൻഡിങ്ങിൽ നമ്മൾ ചെയ്യണില്ല. കേരള ഫാക്ടറി നമ്മൾ ബ്രാൻഡിങ്ങിൽ ഒന്നും ചെയ്യണില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവർ ചെയ്ത പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർ ബ്രാൻഡ് ചെയ്തൊരു പ്രൊഡക്റ്റിനെ എങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം, എങ്ങനെ ആൾക്കാർക്ക് അറിയിക്കുക എന്ന് വെച്ചാൽ അത് മാർക്കറ്റിൽ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മീഡിയ മാർക്കറ്റിംഗ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ബയേഴ്സ് ആയിട്ടുള്ള എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്ന പുറത്തുള്ള റിയൽ ബയേഴ്സിനെ എങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് കേരള ഫാക്ടറി. അപ്പോൾ ഈ കേരള ഫാക്ടറി എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള എന്നുള്ള കോൺസെപ്റ്റ്, കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡിൽ അടുത്ത ഒരു സിംഗപ്പൂർ, ഹോങ്കോങ് ആ ഒരു ലെവലിലേക്ക് പോണ ഒരു പ്ലേസ് ആയിട്ടാണ് കേരളം എനിക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവണ ഇപ്പോൾ ഈ NHന്റെ വികസനം, എയർപോർട്ടുകളുടെ മെയിൻലി വിഴിഞ്ഞം പോർട്ട്. ഇപ്പോൾ ഒരു ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ എന്താണ് പ്രത്യേകതകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിന് ശേഷം ഈ വിഴിഞ്ഞം വരുന്നുണ്ട് എന്നുള്ളതിന്റെ ശേഷം തന്നെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാവരും കണ്ടും ചെയ്തു. അപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പോകുന്നത് ഒരു നെക്സ്റ്റ് 5 to 10 years കേരളത്തിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിൽ നിന്ന് നല്ല ക്വാണ്ടിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാനും, ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോർട്ട് വരുമ്പോൾ വലിയൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെയിൻലി ഇന്ത്യയിൽ നടക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ സ്ക്രാപ്പ്, അലുമിനിയം സ്ക്രാപ്പ് വരും ഇവിടെ വന്നിട്ട് അതിന് അലുമിനിയം ഇങ്കോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അത് കയറ്റി അയക്കും. എന്നുവെച്ചാൽ പുറത്തുനിന്ന് സ്ക്രാപ്പ് വന്ന് ഇവിടുന്ന് മാറി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളം, തമിഴ്നാട് ഈ ഏരിയ അതിന് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. കാരണം ഒന്നാമത് ലോ കോസ്റ്റ് ലേബറാണ്, രണ്ടാമത് ഈ വിഴിഞ്ഞം പോർട്ട് കൂടി വരുമ്പോൾ വളരെ ഈസി ആയിട്ട് സാധനം വന്ന് ഇവിടുന്ന് അത് കൺവേർട്ട് ചെയ്ത് തിരിച്ചു പോവാണ്. ഇതിപ്പോൾ ഒരു അലുമിനിയം ഇങ്കോട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ വന്നു കഴിഞ്ഞാൽ അത്രയും ഈസിലി അത്രയും ലോ കോസ്റ്റിൽ ലോക മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കേരളം എനിക്ക് തോന്നുന്നു മറ്റേ ജില്ലകളെക്കാൾ മുന്നിലാണ്. പിന്നെ നമ്മൾ ഒബിയസ്ലി കേരളക്കാരാണ്, അപ്പോൾ കേരളത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് 100%. വെച്ചാൽ നമ്മൾ കേരള ഫാക്ടറിയിൽ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ സീറോന്ന് വെച്ചാൽ ഫാക്ടറിന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ തന്നെയാണ് കേരള ഫാക്ടറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെയിലിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനം വാങ്ങണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം വാങ്ങി അത് സെല്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ അത് ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രൈസ് കോമ്പറ്റീഷന് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഫാക്ടറീസ് ആവണം ബേസിക്കലി. ആ ഫാക്ടറീസ് എന്താ പറയുക, ഒരു 3 ഏക്കറിലുള്ള ഫാക്ടറി ആവണം, അല്ലെങ്കിൽ അത്രയും ഇൻഫ്ര ഫാക്ടറി ആവണം. അപ്പോൾ ഒരു ചെറിയ റൂമിൽ നിന്നാണെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ നിന്ന് വരുന്നെങ്കിൽ അത് നമ്മളൊരു ഫാക്ടറി ആയിട്ട് തന്നെയാണ് എന്താ പറയുക കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്കും വേറെ ഓപ്ഷൻ ഉണ്ട് വെച്ചാൽ ആ ഫാക്ടറീസിൽ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുത്ത് കൊടുക്കാനും വിസിറ്റ് ചെയ്യാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരോട് പോയി സംസാരിക്കാനൊക്കെ നമുക്കൊരു ഓപ്ഷൻ ചെയ്തുവിടാൻ ഇത് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതിലുള്ള മെയിൻ സാധനം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരള ഫാക്ടറി ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനായിക്കോട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് പോലും ചാർജ് വരും. അത് വരും. ഒബ്വിയസ്ലി കേരള ഫാക്ടറിയിൽ നമ്മൾ ചാർജിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ കറൻ്റ്ലി ഇല്ല. കറൻ്റ്ലി നമ്മളതൊന്ന് അതിൻ്റേതായ ഒരു ലെവലിൽ എത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ചാർജസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ അഡ്വാൻറ്റേജ് എടുക്കുക. ഇപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് നമ്മളടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, ബയ്യർ എങ്ങനെ കണ്ടെത്തും അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കണ്ടെത്തും എന്ന് പറഞ്ഞതിന് മുന്നേ അറ്റ്ലീസ്റ്റ് അവർ പ്രൊഡക്റ്റ് വളരെ ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് കേരള ഫാക്ടറി. അതിൽ അവർക്ക് കയറി ലിസ്റ്റ് ചെയ്യാം. ബേസിക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഫാക്ടറീസാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യാൻ. പിന്നെ വേറൊരു സാധനം എന്താ പറയാ, മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും ബയ്യേഴ്സിന് കിട്ടുമോ എന്ന് പൊതുവേ ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ബയ്യേഴ്സിനെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റിന് ബയ്യേഴ്സിനെ കിട്ടുമോ എന്ന് ചോദിക്കണ കാരണം കുറച്ചുകൂടി നന്നാവാൻ തോന്നുന്നു. പിന്നെ എനിക്ക് അടുത്തത് മെയിനായിട്ട് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേരള ഫാക്ടറി ഷോനെ പറ്റി നമുക്ക് എന്തായാലും ആൾക്കാർക്ക് അറിയാൻ നല്ല താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ കേരള ഫാക്ടറി ഷോ എന്താണ്, അല്ലെങ്കിൽ അതിലൂടെ ആൾക്കാർക്ക് എന്തൊക്കെ മെച്ചം കിട്ടും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചില എല്ലാവർക്കും അറിയേണ്ടത് ഓർക്ക് എന്ത് മെച്ചം കിട്ടും എന്നുള്ള, അതേമാതിരി ആൾക്കാർക്ക് എന്ത് മെച്ചം കിട്ടും ഈ കേരള ഫാക്ടറി ഷോ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്തോളൂ. ഒരു ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു യൂണിക് പ്രൊഡക്റ്റ് നമ്മളെടുത്തിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റിൻ്റെ ഫൗണ്ടർ ആരാണ്, ഇത് ആൾക്കാരിലേക്ക് ഇതിലും ഉഷാറായിട്ട് അറിയിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ മാർട്ട് ഇങ്ങനത്തെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ നിലവിലുണ്ട്. അതേപോലെ എക്സ്പോഷർ കിട്ടുന്ന
പ്രൊഡക്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് കേരള ഫാക്ടറി ഷോനെ പറ്റിയല്ലേ? കയ്യെന്ന് പോയല്ലോ. ഇപ്പൊ നിലവിലില്ല കേരള ഫാക്ടറി വെബ്സൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടംപോലെ വെബ്സൈറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർട്ട് ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഈവൻ കൺട്രി വൈസ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഇതിൻ്റെ വൈസ് ഉണ്ട്, എല്ലാ വൈസും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മളെ കേരള ഫാക്ടറി ആൾക്കാർ ചൂസ് ചെയ്യണം? കേരള ഫാക്ടറിയിലുള്ള ബെനിഫിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള ഫാക്ടറി കണക്റ്റഡ് ടു ആൻ എക്സ്പോർട്ടിങ് കമ്പനി ടീമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഫ്രൈറ്റ് ഫോർവേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളൊരു വിഷൻ, ഇപ്പോൾ ഇന്ത്യൻ മാർട്ടിൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്, ഇന്ത്യൻ്റെ ഉള്ളിലുള്ള കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് ഒബ്വിയസ്ലി സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ മാർട്ട് എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് ടീം ഇതിൽ ലിസ്റ്റ് ചെയ്യണ പ്രൊഡക്റ്റുകൾ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്ന ടീമല്ല ഇന്ത്യൻ മാർട്ട് ടീം. പക്ഷേ കേരള ഫാക്ടറിൻ്റെ ഡിഫറൻസ്, നമ്മൾ എയിമെന്നെ കേരള ഫാക്ടറിയിൽ നമ്മൾ അറിയപ്പെടാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് എങ്ങനെ അത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് കേരള ഫാക്ടറിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളത് സാധാരണ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നിലവിൽ ഇന്ത്യയിൽ ഇല്ല. ഒരു ടീമും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഒരു ലിസ്റ്റിംഗ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ലൊരു ഉത്തരം വെച്ച് പറഞ്ഞു. അടുത്ത ചോദ്യം പറയും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ കേരള ഫാക്ടറി ഫസ്റ്റ് എക്സ്പോർട്ട് അങ്ങനെ എന്തൊരു ഇനീഷ്യേറ്റീവ് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറഞ്ഞു. അപ്പോൾ കേരള ഫാക്ടറി ഫസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എവറി മന്തിൽ നമ്മൾ കേരള ഫാക്ടറി വെബ്സൈറ്റിൽ നമ്മൾ റിവ്യൂ ചെയ്യും. അതിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിനെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കുക. ലിറ്ററലി ഒരു പേപ്പർ വർക്ക്സോ അവരൊരു എക്സ്പോർട്ടിംഗ് കമ്പനി ഫോം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ UAE അല്ലെങ്കിൽ സൗദി അറേബ്യ പോലത്തെ കൺട്രീസിൽ അതിൻ്റെ ഒരു മാർക്കറ്റ് ഫിറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളത് കൊണ്ടുപോകും. അപ്പം ഇതിൻ്റെ ഓണേഴ്സിന് എന്ന് വെച്ചാൽ ഫൗണ്ടേഴ്സിന്, ഈ പ്രൊഡക്റ്റിൻ്റെ ഫൗണ്ടേഴ്സിന് ഒരു ഹെഡേക്കും ഇല്ല. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഒരു ഐറ്റംസ്, അപ്പോൾ അത് നമ്മൾ പുറത്ത് രാജ്യത്തേക്ക് എത്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മാർക്കറ്റ് ഫിറ്റ് റിപ്പോർട്ട് ഈ ഫൗണ്ടേഴ്സിന് കൊടുക്കും. പക്ഷേ അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മന്ത്ലി ഒരു പ്രൊഡക്റ്റ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു ചാൻസ് അവർക്ക് കൂടി വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ എന്നുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഏതായാലും കുഴപ്പമില്ല. ഒന്ന് എജിൽ വെബ്സൈറ്റിൽ നോക്കിയിട്ട് അതിൽ ഏറ്റവും ഫിറ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും ചെയ്യും. ഓക്കെ, ഹോണസ്റ്റ് ആയിട്ട് ആൻസർ ആണ്. ഈ കേരള പ്രൊഡക്ട്സിനെ ചൈന പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം കൂടി. ഇപ്പോൾ ചൈന കൂടുതലും നോക്കുന്നത് മാസ് പ്രൊഡക്ഷനാണ്. വെച്ചാൽ ഇഷ്ടംപോലെ സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, ചെറിയ വിലക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചൈനേൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ കാര്യം തന്നെ ആണെങ്കിൽ പുറത്തെ വേറെ കൺട്രീസിലേക്ക് ഒരു സാധനം ഇറക്കുമ്പോൾ ഈവൻ തേങ്ങൻ്റെ കേസാണെങ്കിൽ വരെ എന്തുണ്ട്, ഇപ്പോൾ ഇന്ത്യൻ്റെ തേങ്ങ ആണെങ്കിൽ അതിനൊരു എന്തുണ്ട്, ഒരു അപ്പുണ്ട്. അപ്പോൾ ഈവൻ ശ്രീലങ്കത്തെ തേങ്ങ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര മാറ്റേഴ്സാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ ആ സാധനം അവർക്ക് കിട്ടിയതുകൊണ്ട് കാര്യമെന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും, നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് പ്രിഫർ ചെയ്യും. അപ്പോൾ ഈവൻ അതിൽ ഭയങ്കര വലിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയർ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഇവിടുത്തെ നിലമ്പൂരത്തെ തേക്കാണെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു ഷോക്കല്ലേ. എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ നിന്ന് കിട്ടുന്നത്. അതാണ് ഇവിടെ എല്ലാവർക്കും ആവശ്യമുള്ളത്. ഇപ്പോൾ പ്രൈസിനേക്കാളും എല്ലാവരും ക്വാളിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലും അല്ലെങ്കിൽ കേരള മാർക്കറ്റിലും അതിന് പറഞ്ഞാൽ നിലമ്പൂരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാൽ അത്രയും നല്ല എന്തുണ്ട് പ്രിഫറൻസ് കാര്യങ്ങൾ പുറത്ത് കൺട്രീസ് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യണം നല്ല താല്പര്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ KeralaFactory.com നിങ്ങളെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.